ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ എഗ് കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പോഴും ഒരുപോലെ മുട്ട പുഴുങ്ങിയിട്ടൊക്കെ കറി വെക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ മുട്ട പൊരിച്ചിട്ടാണ്, അതായത് ഓംലെറ്റ് ആക്കിയിട്ടാണ് കറി തയ്യാറാക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള, ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കണം. ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവാളയും പച്ചമുളകും മല്ലിയിലൊക്കെ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. സവാള 1-2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. പിന്നെ മല്ലിയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഓംലെറ്റ് തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്തുന്നേ ഉള്ളൂ. ഓംലെറ്റ് റെഡിയാക്കിയാൽ അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയുടെ ഉപ്പ് നന്നായിട്ട് ഓംലെറ്റിൽ പിടിച്ച് വരും. അതുകൊണ്ട് ഉപ്പ് ചേർക്കണമെന്നില്ല. ഇവിടെ ഇതിപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഭാഗം റെഡിയാകുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്തായാലും ഓംലെറ്റ് കഷ്ണങ്ങളാക്കിയിട്ടാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഓംലെറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറിയ കഷ്ണങ്ങളോ ആക്കിയെടുക്കാം. പക്ഷേ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് കാണാനും ഭംഗി, ടേസ്റ്റും അത് തന്നെയാണ്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈസിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 5 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈസിൽ ഒരു പട്ട ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ ചേർത്ത് കൊടുക്കാം. 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നുമല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിവിടെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. വലിയ സവാള ഒക്കെ ആണെങ്കിൽ 1 മതിയാവും. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. തക്കാളി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ഇവിടെ ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെയാണ്. വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ചു വെക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഇപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഓംലെറ്റ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഷ്ടം പോലെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയും പഞ്ചസാരയും ഒക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കറി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ തിക്കായിട്ട് വരും. കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവ് കുറച്ച് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി നമുക്ക് ഒരു മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാം. ചെറിയൊരു ഓംലെറ്റൊക്കെ തയ്യാറാക്കിയാൽ അത് കട്ട് ചെയ്യാതെ മുഴുവനായിട്ടും കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 2 കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി എഗ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കണം. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്